ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനൊക്കെ ആരംഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട സംശയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ എന്താണ് നെറ്റിന് വേണ്ടി പഠിക്കേണ്ടത് എന്നാണ്. നമ്മൾ പൊതുവെ കേരളത്തിൽ എഴുതുന്ന നമ്മുടെ കേട്ടറ്റ് എക്സാം പോലെയും JLT പോലെയും ഒക്കെ നോക്കുമ്പോൾ ഏകദേശം സിലബസ് സെയിം ആണ് എങ്കിലും പരീക്ഷയുടെ നിലവാരം വളരെ ഉയർന്നതാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന എക്സാം ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ നെറ്റ് അറബിക്കിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് ആണ്. ഇത് നമുക്ക് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അഥവാ UGC അതിന്റെ വെബ്സൈറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സിലബസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് കേട്ടോ. അതില് ഒന്നാമത്തെ യൂണിറ്റ്, ഒരു 10 യൂണിറ്റ് അടങ്ങുന്ന സിലബസ് ആണ് ഇതിൽ സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് അറബിക് പോയട്രി അപ് ടു അബ്ബാസിദ് പീരിയഡ് ആണ്. അഥവാ നമ്മുടെ ഷിഅർ, അറബിയിലെ ഷിഅർ, അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി ഷിഅറിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് വരും. അബ്ബാസിദ് പീരീഡ് എന്ന് പറയുമ്പോൾ തന്നെ, അബ്ബാസിയ കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടനവധി ഷുഅറാക്കൾ അഥവാ കവികൾ കടന്നു പോയിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. എന്നാൽ ആരെയൊക്കെ പറ്റി പഠിക്കണമെന്ന് വ്യക്തമായിട്ട് സിലബസിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് വരുന്നത് അസ്ലുൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷയുടെ അസ്ലിനെ പറ്റിയാണ്. അഥവാ അതിന്റെ അടിസ്ഥാനം, ആ ഒരു ഭാഷ ഉണ്ടാകുന്ന സമയങ്ങളെ പറ്റി, ഉണ്ടാകുന്ന സമൂഹം അഥവാ അതിന്റെ തുടക്കം, അറബി ഭാഷയുടെ പിതാവിനെയൊക്കെ പറ്റി നമ്മൾ സിമ്പിൾ ആയിട്ട് വൺ വേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നെറ്റ് എക്സാമിന് വരുമ്പോൾ നമുക്കറിയാം, ഇതിനു മുൻപ് നെറ്റ് എഴുതിയവരൊക്കെ ഉണ്ട് എങ്കിൽ അറിയാൻ സാധിക്കും. നെറ്റിൽ പൊതുവെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, ആര് പറഞ്ഞതാണ്, ആരെ പറ്റി പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഏതൊരു സമയത്ത് പറഞ്ഞതാണ്, അത്തരത്തിലെ ക്വസ്റ്റ്യന്റെ ആ ഒരു നിലവാരം കുറച്ച് വേറെ രീതിയിലുള്ളതാണ്. നമ്മൾ കേട്ടറ്റിന് പഠിച്ചതുപോലെയും PSC LP UPക്കൊക്കെ പഠിച്ചതുപോലെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിന്റെ ആ ഒരു നിലവാരം അറിഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, സിലബസിന്റെ ഓരോ ഭാഗങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല തന്നെയാണ് നെറ്റ്. അപ്പോൾ അസ്ലുൽ ലുഗത്തുൽ അറബിയ എന്ന് പറയുമ്പോൾ അറബി ഭാഷയുടെ ഉറവിടവും അത് വളർന്നു വരുന്ന സാഹചര്യങ്ങളെയും അതിന്റെ പല ഗോത്രങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ പൊതുവെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനലൈസിസ് നമുക്ക് അവിടെ ആവശ്യമാണ്. പിന്നെ വരുന്നത് മുഅല്ലഖാത്ത് വ ശുഅറായിഹ, നമ്മുടെ ജാഹിലിയ കാലഘട്ടത്തിലെ മുഅല്ലഖകളെ പറ്റിയും അതിന്റെ കവികളെ പറ്റിയും ചോദിക്കാറുണ്ട്. അതിൽ പ്രധാനമായും ആരോഗ്യയെ പറ്റിയാ ചോദിക്കുക? ഇമ്രിയുൽ ഖൈസ്, അംർ ഇബ്നു കുൽസും, സുഹൈർ ഇബ്ൻ അബി സലമ, അൻദറത്ത് ഇബ്നു ഷദ്ദാദ് അൽ അബ്സി, ഇത്ര പേരെയാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആളുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരുടെ ആ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമ്മൾ പൊതുവെ പഠിക്കുന്ന രീതി, അത് വിട്ട് ഓരോരുത്തരുടെയും കവിതയുടെ ശൈലികൾ എന്താണ് എന്നും അവർ വളർന്നു വന്ന സാഹചര്യത്തെ പറ്റിയും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും സ്വഭാവം, അത് നമുക്ക് നമ്മുടെ ഡിഗ്രിയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു താരിഖുൽ അദബിന്റെ ടെക്സ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പോർഷൻ കാണാം, സിഫത്തുൻ വ അഖ്ലാഖുഹു, അവര് വളർന്നു വരുന്ന ആ ഒരു സാഹചര്യം, അവരുടെ ക്യാരക്ടേഴ്സിനെയൊക്കെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പൊതുവെ നെറ്റിന് ചോദിക്കാറുള്ളത്. പൊതുവെ ഇവര് ബേസ് ചെയ്യുന്നത് ഹസൻ സിയാത്തിന്റെയും നമ്മുടെ ഹന്ന ഫാറൂഖിയുടെയും ഒക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് എന്ന് ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോ ആദ്യമായിട്ട് ഇത്രയും ആളുകളെ പറ്റിയാണ് ഇവർ പറയുന്നത്. പിന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായ ശുഅറാഉ സ്വആലീഖുകളെ പറ്റി, അതാരൊക്കെയായിരുന്നു? തഅബ്ബത് ഷർറ അഷ്അൻഫരി, ഉർവത്ത് ഇബ്നുൽ വർദ്. പിന്നെ വരുന്നത് ശുഅറാഉൽ മുഖ്ലറമൂൻ ആണ്. രണ്ട് കാലഘട്ടങ്ങളിൽ ജീവിച്ച, അഥവാ പ്രധാനമായും ജാഹിലിയ കാലഘട്ടത്തും ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ച ഹസ്സാൻ ഇബ്നു സാബിത്, ഹൻസ ബിൻത് തുമാലിർ, കഅബ് ബിൻ സുഹൈർ, ഹുതൈഅ. പിന്നെ ശുഅറാഉൽ അമവിയൂൻ, ഉമർ ഇബ്ൻ അബി റബിയ,
ജമീൽ ഇബ്നു മഅ്മർ, അൽ-അഖ്ത്വൽ, ഫറസ്ദത്ത്, ജരീർ എന്നിവരെ പറ്റിയും. ഷുഅറാഉൽ അസ്റുൽ അബ്ബാസിയിലേക്ക് വരുമ്പോൾ ബഷാർ ഇബ്നു ബുർദ്, അബൂ നവാസ്, അബൂ തമാം അൽ ബുഹ്തരി, മുത്തനബി, ഇബ്നു റൂമി, അബുൽ അലാഉൽ മഅരി. ഇതാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഉൾക്കൊള്ളുന്നത്. ഇനി യൂണിറ്റ് 2ലേക്ക് വരികയാണെങ്കിൽ അറബിക് പ്രോസ് അപ് ടു അബ്ബാസിദ് പീരിയഡ്. ഇവിടെ ഷിയർ കഴിഞ്ഞു, പിന്നീട് നസറിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ പ്രധാനമായും ഏറ്റവും ആദ്യം വരുന്നത് അൽ ഖിതാബത്ത് ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലി കാലഘട്ടത്തിലെ പ്രാസംഗികരെ പറ്റിയാണ്. അവിടെയും പ്രധാനപ്പെട്ട 2 ആളുകളുടെ പേരുകൾ കൊടുക്കുന്നുണ്ട്. ഖുസ് ഇബ്നു സായിദത്തുൽ അയാദി, അൽ അക്സം ഇബ്നു സ്വൈഫി അത്തൈമി. പിന്നെയോ ഖുർആനുൽ കരീം വൽ ഹദീസു നബവി വ അഹമ്മിയത്തുഹുമാ അൽ അദബിയ, ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രാധാന്യം എവിടെ? സാഹിത്യത്തില്. പിന്നെയോ ഇസ്ലാമിക കാലഘട്ടത്തിലെ പ്രാസംഗികരായ അലി ഇബ്നു അബി ത്വാലിബ്, സിയാദ് ഇബ്നു അബി, അൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി, ത്വാരിഖ് ഇബ്നു സിയാദ്. ഇവരൊക്കെ ഇവിടെ സിയാദ് ഇബ്നു അബീഹ് മുതൽ പറയുകയാണെങ്കിൽ നമുക്ക് അമവി കാലഘട്ടത്തിലേക്ക് കൂടി കണക്ട് ചെയ്യുന്ന ആളുകളാണ് ഈ പ്രാസംഗികരൊക്കെ. റസായിലിന്റെ ആളുകൾ അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്, അൽ ജാഹിൽ, ഖാലി അൽ ഫാലിൽ, ഇബ്നുൽ അമീദ്, സ്വാഹിബ് ഇബ്നു ഒബാദ്. ഇനി മക്കാമാത്ത് ബദിയുസ്സമാൻ അൽ ഹമദാനിയും അബു മുഹമ്മദ് ഖാസിം ഇബ്നു അലി അൽ ഹരീരി. നമുക്കറിയാം മക്കാമാത്തിന്റെ പ്രധാനപ്പെട്ട 2 ആളുകളാണ് നമ്മുടെ ഹമദാനിയും ഹരീരിയും. അവരെ 2 പേരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അൽ ഖിസസ് വൽ ഹിക്കായാത്ത് കലീലാവദിനെയും അൽഫ് ലൈല വലൈലയും. ഇനി യൂണിറ്റ് 3ലേക്ക് പോവുകയാണെങ്കിൽ മോഡേൺ പീരിയഡിലേക്ക് വരാണ്. അവിടെ അദബുൽ മെഹ്ജർ വൽ അദബുൽ ഉന്ദുലുസ്. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, ഈലിയ അബു മാലി, നസീബ് അരീല, റഷീദ് അയ്യൂബ്, മീഖായിൽ നഈമ, റഷീദ് സലീം അൽ ഹൂരി, മീഷാൽ മാലൂഫ്, ഇല്യാസ് ഫർഹാദ്. ഇനി അൽ അദബുൽ ഉന്ദുലൂസി, അൽ മുഷഹാത്ത്, അൽ അസ്ജാൽ, ഷിഅറു തൊബിയ. ഇതൊക്കെയും അദബുൽ ഉന്ദുലൂസിയുടെ അണ്ടറിൽ വരുന്നതാണ്. കുബ്ബാറു ഷുഅറാ വശവാഇർ, ഇബ്നു ദറാജ് അൽ ഖുസ്തലി, ഇബ്നു ഖുഫാജ, ഇബ്നു ഹാനി, ഇബ്നു സൈദൂൻ, വിലാദ ബിൻത് അൽ മുസ്തഖ്ഫി, ഹംദൂന ബിൻത് സൈനബ്, ഹഫ്സ ഇബ്നു സിയാദ്. പിന്നെയോ കുബ്ബാറു അലാമുൻ നസർ, നസറിന്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇബ്നു ഹസം, ഇബ്നു തുഫൈൽ, ഇബ്നു ഷഹീദ്, ഇബ്നു അബ്ദുർ റബ്ബ. ഇതാണ് യൂണിറ്റ് 3ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി യൂണിറ്റ് 4ലേക്ക് വരാണെങ്കിലോ നഖദാണ്, അഥവാ ക്രിറ്റിക്കിസത്തിലേക്ക് വരാണ്. അന്നഖദ് ഫിൽ അസ്റിൽ ജാഹിലി, അന്നഖദ് ഫിൽ അസ്റിൽ ഇസ്ലാമി, അന്നഖദ് ഫിൽ അസ്റിൽ അബ്ബാസി. അബ്ബാസി കാലഘട്ടത്തിൽ തന്നെ ഇബ്നു സലാം അൽ ജുമഹി, ഇബ്നു ഖുതൈബ അദ്ദൈനൂരി, ഖുദാമത്ത് ഇബ്നു ജാഫർ, ഇബ്നു റഷീഖ് അൽ ഖൈറുവാനി, അബുൽ ഖാസിം ബഷർ അൽ ആമിദി, അബ്ദുൽ ഖാഹിർ ജർജാനി. അന്നഖദ് ഫിൽ അസ്റിൽ ഹദീസ്. ഇനി അസ്റുൽ ഹദീസിലെ നഖദാണെങ്കിലോ ഹസൻ മർസഫി, ത്വാഹ ഹുസൈൻ, അബ്ബാസ് മഹ്മൂദ് അൽ ഉക്കാദ്, അഹ്മദ് അഷായിബ്, മുഹമ്മദ് മൻദൂർ, ഗനീമി ഹിലാൽ, മീഖായിൽ നഈമ, ഷൗഖി ലൊയ്ഫ്, അബ്ദുസലാം അൽ മസ്ദി. യൂണിറ്റ് 5ലേക്ക് വരുമ്പോൾ ഇൽമുൽ ബലാഗ വൽ അറൂൽ. ഇൽമുൽ ബലാഗയിലെ ഫസാഹയും ബലാഗ, ഇൽമുൽ മആനി ഖബർ വ അഖ്സാമുഹു, അൽ ഇൻഷാ വ അഖ്സാമുഹു. ഇൽമുൽ ബയാനിലാണെങ്കിലോ തശ്ബീഹ് വ അഖ്സാമുഹു, ഇസ്തിആറ വ അഖ്സാമുഹു, അൽ കിനായ വ അഖ്സാമുഹ, അൽ മജാസ് വ അഖ്സാമുഹു. ഇൽമുൽ ബദിഇല മുഹ്സനാത്തുൽ അഫ്ലിയ, മുഹ്സനാത്തുൽ മഅനവിയ, അതിന്റെ അണ്ടറിൽ വരുന്ന എല്ലാം. ജിനാസ്, സജാഅ, അതുപോലെ തിബാഖ്, തൗരിയ, മുഖാബല. ഇനി ഇൽമുൽ അറൂലിലാണെങ്കിലോ ഏതൊക്കെ ബഹറുകളാണ്? അൽ ബഹ്റു ത്വവീൽ, ബഹ്റുൽ കാമിൽ, ബഹ്റുൽ ഖഫീഫ്, ബഹ്റുൽ ബസീത്ത്. യൂണിറ്റ് 6ലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് അറബിക് സോഴ്സസ് ആൻഡ് റെഫറൻസസ്. കിതാബുൽ അഗാനി ലി അബിൽ ഫർജ് അൽ അസ്ഫഹാനി, അൽ ബയാൻ വ തബീൻ ലിൽ ജാഹിൽ, മുഖദ്ദിമത്തു ഇബ്നു ഖൽദൂൻ, അൽ അഖ്ദുൽ ഫരീദ് ലി ഇബ്നി അബ്ദുർ റബ്ബ, അൽ കാമിൽ ലിൽ മുബറദ്, അൽ ഫഹർസത്ത് ലി ഇബ്നു നദീം, മുഅ്ജമുൽ ഉദബ ലി യാഖൂത്ത് അൽ ഹമവി, അൽ ഖസ്വായിസ് ലി ഇബ്നു ജന്നി, അൽ മസ്ഹർ ലി സുയൂത്തി, കശ്ഫുൽ ഉനൂൻ ലി ഹാജി ഖലീഫ, മുറൂജു ദഹബ് ലിൽ മസ്ഊദി, വഫിയാത്തുൽ അയാൻ ലി ഇബ്നു ഖൽഖാൻ, ഫുതൂഹുൽ ബുൽദാൻ ലി ബിലാദുരി, അൽ അമാലി ലിൽ കാലി, ഫജ്റുൽ ഇസ്ലാം വലുഹൽ ഇസ്ലാം വലുഹുറുൽ ഇസ്ലാം ലി അഹ്മദ് അമീൻ. ഈ പ്രധാനപ്പെട്ട രചനകളെ പറ്റിയും അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റിനെ പറ്റിയും ഒക്കെ പൊതുവെ പരീക്ഷകളിൽ നെറ്റില് ചോദിക്കാറുണ്ട്. ഇനി യൂണിറ്റ് 7 മോഡേൺ അറബിക് ലിറ്ററേച്ചർ ആണ്.
മഹ്മൂദ് സാമി അൽ ബാറൂദി, അഹമ്മദ് ഷൗക്കി, ഹാഫിൽ ഇബ്രാഹിം, മഅറൂഫ് റസ്വാഫി, ഖലീൽ മത്രാൻ, അബുൽ ഖാസിം അഷാബി, ബദർ ഷാക്കിർ സയ്യാബ്, നാസിക്കുൽ മലായിക, ഉമർ അബു രീഷ, നിസാർ കുബ്ബാനി, അബ്ദുള്ള അൽ ബർദൂനി, ഫദ്വ തൂക്കാൻ, മഹ്മൂദ് ദർവീഷ്, അലി അഹമ്മദ് സായിദ് അദൂനീസ്. പിന്നെ ഇനി നസറിലേക്ക് വരാണ് എങ്കിൽ മക്കാലയുടെ ആളുകൾ റിഫാ, റാഫി തഹ്ത്വാവി, മുഹമ്മദ് അബ്ദ, ഖിസ്സ കസീറ ചെറുകഥകളുടെ ആളുകൾ മുസ്തഫ ലുത്തുഫി അൽ മൻഫലൂത്തി, മഹ്മൂദ് തൈമൂർ, ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ്, യഹ്യ ഹക്കി, യൂസുഫ് ഇദ്രീസ്, സക്കരിയ താമൂർ. റിവായി ആണ് എങ്കിൽ ഇനി നോവലിലേക്ക് വരാണെങ്കിൽ ജർജി സൈദാൻ, മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ, നജീബ് മഹ്ഫൂദ്, അബ്ദുൽ ഹമീദ് ജൂദ അസ്സഹാബ്, അബ്ദുറഹ്മാൻ മുനീഫ്, റാസി അൽ കുസൈബി, ഹന്ന മീന, അഹ്ലാം മുസ്തഗാൻമി, ഇബ്രാഹിം അൽ കൂനി, അബ്ദുൽ കരീം ഉലാബ്, നജീബ് കീലാനി, ലൈല അൽ ഉസ്മാൻ. മസ്രഹിയ നാടകത്തിന്റെ വക്താക്കൾ മാറൂൻ നക്കാഷ്, തൗഫീഖുൽ ഹക്കീം, അസീസ് ഉബാല, അലി അഹമ്മദ് ബാക്സീർ, സഅദുല്ല വനൂസ്. ഇനി യൂണിറ്റ് 8ലേക്ക് വരുമ്പോൾ ലിറ്റററി ട്രെൻഡ്സ്, മൂവ്മെന്റ്സ് ആൻഡ് സ്കൂൾസ് ഏതൊക്കെയാണ്? ക്ലാസിക്കിയ, ജദീദ, തയ്യാറുൽ മുഹാഫിലീൻ, റൂമാൻസിയ, വാഖിയ, റംസിയ, ഷിഅറുൽ ഹുർർ, മദ്രസത്തുൽ ദീവാൻ, ജമാഅത്തു അപ്പോളോ, റാബിത്തത്തുൽ കലമിയ, അൽ ഉസ്ബത്തുൽ ഉന്ദുലൂസിയ. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ മൂവ്മെന്റ്സും സ്കൂൾസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 9 ആണെങ്കിൽ ഇൻഡോ അറബിക് ലിറ്ററേച്ചർ ആണ്. അഷാഹ് വലിയുള്ള ദഹ്ലവി, നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ, അബ്ദുൽ ഹയ്യുൽ ഹുസ്നി, ഹമീദുദ്ദീൻ അൽ ഫറാഹിദി, അബ്ദുൽ അസീസ് അൽ മൈമനി, അബുൽ ഹസൻ അലി അൽ ഹസൻ അൻ നദ്വി, അബു മഹ്ഫൂദ് കരീം അൽ മഅസൂമി. അതുപോലെ തന്നെ ഇൻഡോ അറബിക്കിൽ വരുന്ന കവികള് ഫൈലുൽ ഹക്ക് അൽ ഹൈറാബാദി, ഫൈലുൽ ഹസൻ അസ്സഹാറൻ ഫൂരി, അൻവർ ഷാഹ് അൽ കശ്മീരി, മുഹമ്മദ് നാലിം നദ്വി, ഉമർ ഖാലി അൽ ബലങ്കൂത്തി, അബ്ദുൽ ഖാദർ അൽ ഫലുഫരി. പിന്നെ പ്രധാനപ്പെട്ട രചനകൾ ഇന്ത്യയിൽ നിന്നുള്ള ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ ലിഷാഹ് വലിയുള്ള ദഹ്ലവി, താജുൽ അറൂസ് ലി സുബൈദി, സബ്ഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ ലി ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമി, അബ്ജദുൽ ഉലൂം ലിൽ കന്നൂജി, തുഹ്ഫത്തുൽ മുജാഹിദീൻ ലി അഹ്മദ് സൈനുദ്ദീൻ അൽ മലൈബാരി, കശാഫ് മുസ്തലഹാത്തുൽ ഫുനൂൻ വൽ ഉലൂം ലി മുഹമ്മദ് അലി അത്തഹാനവി, അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് ലി അബ്ദുൽ ഹയ്യുൽ ഹുസ്നി, അൽ ഇഅലാം ബിമൻ ഫിൽ ഹിന്ദി മിനൽ അഅലാം, നുസ്ഹത്തുൽ ഹവാത്തിർ വ ബഹജത്തുൽ മസാമി വ നവാലിർ, റിജാലുൽ ഹിന്ദ് വസ്സിന്ദ് ലിൽ ഖാലി അത്ഹർ അൽ മുബാറക് ഫൂരി, മാദാ ഹസർ അൽ ആലം ബിൻഹിതാത്തുൽ മുസ്ലിമീൻ ലി അബി അൽ ഹസൻ അൻ നദ്വി. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അറബിക് ഇംഗ്ലീഷ്, അറബിക് ട്രാൻസ്ലേഷൻ, ലാംഗ്വേജ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജനറൽ നോളജ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് അത്രയും സുപരിചിതമല്ലാത്ത ഒരുപാട് വാക്കുകൾ ട്രാൻസ്ലേഷനിൽ നിന്ന് വരാറുണ്ട്. എന്തൊക്കെയാണ്? തർജുമ, മുസ്തലഹാത്തുൻ സിയാസിയ രാഷ്ട്രീയപരമായിട്ടുള്ള പദങ്ങൾ, ആമ ഫി സുഹ്ഫി വൽ ജറായിദ് പത്രങ്ങളിലും മാഗസിനിലും വരുന്ന, അതുപോലെ തന്നെ മുസ്തലഹാത്തുൻ ഇക്തിസാദിയ എക്കണോമിക്കൽ ആയിട്ടുള്ള അഥവാ സാമ്പത്തികമായിട്ടുള്ള പദങ്ങൾ, അതുപോലെ തന്നെ തത്ബീഖാത്തുൽ ലുഗവിയ അറബിക് ആപ്ലിക്കേഷൻസ്, തഅബീറാത്തുൻ അറബിയ ഷായിഅ ഫിൽ സുഹ്ഫി വൽ ജറായിദ്, തത്ബീഖാത്തുൻ നഹ്വിയ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ, ഇസ്തിഖ്ദാമു സ്വിലാത്ത് കമ്മ്യൂണിക്കേഷന്റെ ഒക്കെ കമ്മ്യൂണിക്കേഷൻ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷണൽ യൂസേജസ് ഒക്കെ ചോദിക്കാറുണ്ട്. അൽ മാലൂമാത്തുൽ ആമ അനിൽ ആലമുൽ അറബി, പിന്നെ വേൾഡ് അറബ് വേൾഡിനെ പറ്റിയുള്ള ചോദ്യങ്ങളും പൊതുവെ വരാറുണ്ട്. അവരുടെ സംഘടനകളെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. അൽ അൻളിമത്തു സിയാസിയ, അൽ ഫുനൂനു ശഅബിയ, അൽ അയാദ് വൽ മുനാസബാത്തുൽ ഖാസ, അൽ മുനല്ലിമാത്തു സിയാസിയ വ സഖാഫിയ. എന്തൊക്കെയാണ് അൻളിമത്തു സിയാസിയ? ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഓരോ നാട്ടിലെയും ഭരണ സംവിധാനങ്ങളെ പറ്റി ചോദിക്കാറുണ്ട്. അൽ ഫുനൂനു ശഅബിയ പോപ്പുലർ ലിറ്ററേച്ചറിനെ പറ്റി ചോദിക്കാറുണ്ട്. അൽ അയാദ് വൽ മുനാസബാത്തുൻ ഖാസ സ്പെഷ്യൽ ആയിട്ടുള്ള സെലിബ്രേഷൻസിനെ പറ്റി ചോദിക്കാറുണ്ട്. അൽ മുനല്ലമാത്തു സിയാസിയ വൽ സഖാഫിയ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനുകളെ പറ്റിയും ചോദിക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ UN പോലെ അല്ലെങ്കിൽ PLO പോലെ അറബ് ലീഗ് പോലെയുള്ള സംഘടനകളെ പറ്റിയൊക്കെ പൊതുവെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത്രയുമാണ് UGC നമുക്ക് തന്നിട്ടുള്ള സിലബസ്. ഓരോ കാര്യങ്ങളും നല്ല
എന്താണ് ഡിഫൈൻ ചെയ്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിലബസ് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ആവശ്യം ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു പഠന അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ കേട്ടറ്റിന് പഠിച്ചതുപോലെയോ അഥവാ PSCക്ക് പഠിച്ചതുപോലെയോ ജസ്റ്റ് ആ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയത് കൊണ്ട് നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. മറിച്ച് ഓരോരുത്തരുടെയും സ്വഭാവ വിശേഷണങ്ങൾ വരെ നെറ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളെ പറ്റിയും ഓരോ സംഘടനകളെ പറ്റിയും അല്ലെങ്കിൽ ഓരോ ടൈറ്റിലുകളെ പറ്റിയും നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഓരോന്നും ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കോഡോ ട്രിക്കുകളോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇനി കൂടുതൽ നെറ്റിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ PDF ആയിട്ട് ആവശ്യമുള്ളവര് താഴെ നമ്മൾ ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.